നമസ്കാരം. KS കിസാൻ മെൻറ്റർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെയൊക്കെ തേനീച്ചപ്പെട്ടി ഇപ്പോൾ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പല ആൾക്കാർക്കും നിറഞ്ഞിരിക്കുന്ന തേനീച്ചപ്പെട്ടി ഇനി എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല. അപ്പോൾ പലപ്പോഴും നമ്മൾ അതിന് ഞാൻ ചെയ്യുന്ന ഒരു വിദ്യയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമുക്ക് നേരത്തെ തേനീച്ചപ്പെട്ടി തിരിച്ചു വെച്ച് അതുപോലെ നമ്മൾ അടകൾ കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെറ്റ് വിരിഞ്ഞു പോകും. അപ്പം അതിന് സെറ്റ് വിരിയാതിരിക്കാനും ഇടകൾ കൊടുക്കാനും അടകൾ പുതുക്കാനും ചെയ്യുന്ന ഒരു മാർഗമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് തേനീച്ചപ്പെട്ടി ഒന്ന് തുറന്നു നോക്കാം. ഞാൻ സാധാരണ അടപ്പായിട്ട് ഉപയോഗിക്കുന്ന ഇതും അടുത്തിട്ടായിട്ട് ഉപയോഗിക്കുന്നതും ഇതുപോലെ ഒരു കിഴുത്തിട്ടിട്ട് ഇങ്ങനെ വെക്കുന്ന പെട്ടിയാണ് ഉപയോഗിക്കുന്നത്. അതിന്റെ കാര്യങ്ങളെ പിന്നീട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, അതായത് ഈ നമ്മുടെ പഴയ അടകൾ നമ്മൾ മുകളിലിട്ട് കൊടുക്കുകയാണ്. ഇത് കമ്പി ഇട്ടിട്ടുണ്ട്. മാത്രമല്ല കമ്പി ഇട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വേണേലും നമുക്ക് പിടിച്ചാൽ അടകൾ പൊട്ടിപ്പോകത്തില്ല, ഇങ്ങനെ വേണേലും പിടിച്ചാൽ പൊട്ടിപ്പോകത്തില്ല. ഈ അടകൾ നമ്മൾ മുകളിൽ നമ്മൾ തേൻ സമയത്ത് നമ്മൾ വേണമെങ്കിൽ വെച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കളയാം. അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് പഴയ അടകൾ നമുക്ക് മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഏകീകരിക്കാൻ വേണ്ടി നമുക്ക് മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം അടിയിൽ പുതിയ പുതിയ അടകൾ കെട്ടിത്തുടങ്ങും. ഈച്ച മുകളിലോട്ട് കയറുന്നതനുസരിച്ച് നമുക്ക് കൂടുതൽ ഈച്ചകളെ കിട്ടുകയും ചെയ്യും. മാത്രമല്ല നമുക്ക് കൂടുതൽ നല്ല കുഞ്ഞീച്ചകളെ കിട്ടും. ഈ അടകളും ഞാനിങ്ങനെ ഇട്ട് കൊടുത്തേക്കാണ്. നമ്മുടെ പഞ്ചസാര ലായനികളാണെങ്കിലും തേനാണെങ്കിലും അവർ മുകളിൽ സേവ് ചെയ്യും. മാത്രമല്ല പഴയ അടകൾ നമുക്ക് കളയണമെങ്കിൽ കളയാം, അല്ലെങ്കിൽ തേൻ സീസണിൽ നമുക്ക് കെട്ടിക്കൊടുക്കാവുന്നതാണ്. ഞാൻ എല്ലാ പെട്ടിക്കും ഇതുപോലെ വെച്ചു കൊടുക്കുന്നതുകൊണ്ട് ഈ അടകൾ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കമ്പി സാധാരണ ഇടുന്നുള്ളൂ. ഇതുപോലെ ഇവര് മോൾത്തട്ടിലും ഇവർ അടകൾ ഇതുപോലെ കെട്ടി തുടങ്ങിയിരിക്കുകയാണ്. കണ്ടോ, നിങ്ങൾക്കിപ്പോൾ കാണാം. ഇതുപോലെ അവർ കൊണ്ട് തേൻ വെക്കും. അതുപോലെ പഞ്ചസാരലായനിയാണെങ്കിലും അവർ നിറച്ച് വെച്ചോളും. കണ്ടോ, ഇതുപോലെ അടകൾ കെട്ടി മുകളിൽ നിന്നും താഴെ നിന്നും ഇറക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ സ്പേസും കിട്ടും. റാണി സെറ്റ് വിരിഞ്ഞു പോകുന്ന പ്രശ്നം ഉണ്ടാവില്ല. കൂടുതൽ തേൻ ലഭിക്കാനും സാധിക്കും. ഇതും നമ്മുടെ ഒരു പഴയ അടയാണ്. ഇത് കഴിഞ്ഞ വർഷത്തെ തേരാണ് ഇരിക്കുന്നത്. ഇത് നമ്മുടെ പഴയ അട തന്നെയാണ്. കഴിഞ്ഞ വർഷത്തെ തേരായിരിക്കുന്നത്. ഇത് കണ്ടോ, കമ്പി കെട്ടിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ വർഷം അടിയിൽ കിടന്ന ഒരു അട ഞാൻ മുകളിലോട്ട് എടുത്തിട്ട് കൊടുത്തേക്കുന്നതാണ്. ഇത് നമുക്ക് ചെത്തി കൊടുക്കുകയാണെങ്കിൽ അവർ കുടിച്ചിട്ട് നല്ല രീതിയിൽ അട പടുത്തോളും. ഇത് ചെത്തി കൊടുക്കേണ്ട സമയം ആയിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തെ ബ്രൂഡ് ചേമ്പർ ഒന്ന് പരിശോധിക്കാം. താഴെ വെച്ചേക്കുന്ന ബ്രൂഡ് ചേമ്പർ പരിശോധിക്കാം. ഇതുപോലെ നമ്മൾ എക്സ്ട്രൂഡർ ഷീറ്റ് വെച്ച് കൊടുക്കണം. നിങ്ങൾക്ക് കാണാം. ഈ പെട്ടി ഞാൻ ഇങ്ങോട്ട് കൊണ്ട് വെക്കട്ടെ. ഇതുപോലെ നമ്മൾ എക്സ്ട്രൂഡർ ഷീറ്റ് വെച്ച് കൊടുക്കണം. എക്സ്ട്രൂഡർ ഷീറ്റ് വെച്ച് കൊടുക്കുന്നത് റാണി കയറി അല്ലെങ്കിൽ മുകളിൽ മുട്ടയിടും. മുട്ടയിട്ട് കഴിഞ്ഞാൽ നമുക്ക് റാണി മുകളിലോട്ട് പോകുമ്പോൾ തന്നെ താഴെ റാണിസെൽ ഉണ്ടാക്കാനും
മാത്രമല്ല റാണി കയറി മുട്ടയിടാനും കാരണമാവും. ഇപ്പോൾ ഒരു തേനീച്ച കുത്തിയായിരുന്നു. അപ്പോൾ നമ്മൾ തേനീച്ച കുത്തി കഴിയുമ്പോൾ അതിൻ്റെ മണം നമ്മൾ കളഞ്ഞില്ലെങ്കിൽ വീണ്ടും വീണ്ടും തേനീച്ച നമ്മളെ കുത്തുന്നതായിരിക്കും. നിങ്ങൾ നമ്മളൊരു ഇല എടുത്തിട്ട് നമ്മൾ തൊട്ട് അറിഞ്ഞപ്പോൾ തന്നെ ഈ ഇല എടുത്തിട്ട് നമ്മളിങ്ങനെ അതിൻ്റെ മണം കളയണം. അല്ലെങ്കിൽ തേനീച്ച നമ്മൾ പിന്നെ കുത്തും. ഇനി നമ്മൾ ബ്രൂഡാണ് എടുക്കുന്നത്. അപ്പം ബ്രൂഡിൽ നമുക്ക് ഇപ്പോൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. അല്പം അകത്തി കൊടുക്കണം. എന്നിട്ട് വളരെ ശ്രദ്ധാപൂർവ്വം വേണം എടുക്കാൻ. ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു കമ്പിയെ കെട്ടിയിട്ടുള്ളൂ. ഈ കമ്പി കെട്ടിയിരിക്കുന്ന ഇതിപ്പോൾ ആണീച്ചകളുടെ മുട്ടകൾ അവർ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് ആണീച്ചകളുടെ മുട്ടയാണ്. ഒരു കമ്പിയെ കെട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ ആണീച്ചയുടെ മുട്ടയുണ്ട്. നമുക്ക് നോക്കിയിട്ട് റാണി ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ അത് മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. അവിടെ ഒരു ഫ്രെയിമും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിത് മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മുകളിൽ നിന്ന് ഇത് നമുക്ക് ഇതിനകത്തോട്ട് തന്നെ ഇട്ട് കൊടുക്കാം. വാ, നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്തുള്ള ഒരു ഫ്രെയിം നമുക്ക് താഴെ ഈച്ച് കട കെട്ടാൻ വേണ്ടി ഇട്ട് കൊടുക്കാം. ഈ ഫ്രെയിം ഞാനിപ്പം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. റാണി ഇല്ല എന്ന് ഉറപ്പാക്കിയിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. ഇനി നമ്മൾ പിടിപ്പിച്ച അടകളെ എടുത്തിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഇത്രയും ആയ അടകൾ നമ്മൾ ഇവിടെ രണ്ടാമത്തെ അടയായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇവിടുന്ന് രണ്ടാമത്തെ അടയായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതുണ്ടോ, ഇത് നമ്മൾ കമ്പി ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ വേണമെങ്കിലും പിടിക്കാം. സാധാരണ അടകൾ ഇങ്ങനെ പിടിക്കത്തില്ല. പിടിച്ചു കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. ഇത് കമ്പി ഇട്ടേക്കുന്നതുകൊണ്ട് ഇങ്ങനെ പിടിക്കാം. കണ്ടോ, ഇതുപോലെ അടകൾ പിടിക്കാം. നമുക്ക് റാണീനെ നോക്കാനും ഇങ്ങനെ എളുപ്പമാണ്. നമുക്ക് ഇങ്ങനെ നോക്കാം. മാത്രമല്ല, അല്ലെങ്കിൽ ഈച്ചകൾ ഒരു സൈഡിലോട്ട് കൂടും. ഇങ്ങനെ തിങ്ങി വന്നിട്ട് ഇവിടെ ഒരു സൈഡിലായിട്ട് വന്ന് കൂടിയിരിക്കും. ഈ പെട്ടി നമുക്ക് വേണമെങ്കിൽ ഇപ്പം തിരിക്കാവുന്നതാണ്. ഇവർ ഇതിനു വേണ്ടിയുള്ള സജ്ജീകരണം നടത്തുന്നത്. നമുക്ക് ഈ പെട്ടിനെ ഒന്നുകൂടെ നമുക്ക് വേണമെങ്കിൽ തിരിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ സൈഡിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത അട നിങ്ങളെ കാണിക്കാം. എല്ലാ അടകളിലും നല്ല വൃത്തിക്കായിരിക്കും. ഇത് രണ്ടാമത്തെ അടയായിട്ട് ഇട്ട് കൊടുക്കുന്നു. ഇതുപോലെ എല്ലാ അടകളിലും നമുക്ക് മുട്ടയുണ്ട്. അപ്പം നമുക്ക് ചെയ്യാനുള്ളത് ഓരോ പ്രാവശ്യവും നമ്മൾ ഇതുപോലെ മുകളിലോട്ട് അടകൾ ഇട്ട് കൊടുക്കുമ്പോൾ അടകൾ നമുക്ക് പുതുങ്ങി കയറുകയും ചെയ്യും. നമുക്ക് ഇഷ്ടംപോലെ ഈച്ച കിട്ടുകയും നമുക്ക് ഇതുപോലെ തന്നെ 2 3 വലിയ തട്ട് തന്നെ വെക്കാം. ഞാൻ സാധാരണ ഇതിൽ ഈ തട്ട് തന്നെയാണ് വെക്കുന്നത്. നമുക്ക് ഏകദേശം ഒറ്റ തട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഇതുപോലെ കിട്ടുവാണെങ്കിൽ നമ്മൾ ഈച്ച വിരിയാത്ത അടകളൊക്കെ ആണെങ്കിൽ നമുക്കൊരു 6 കിലോ ഒക്കെ കിട്ടും. ഈച്ച വിരിഞ്ഞൊക്കെ ആണെങ്കിൽ അത്രയും കിട്ടത്തില്ല. ഒരു 5 കിലോ കിട്ടുള്ളൂ. അവരുടെ ഫൗണ്ടേഷൻ ഷീറ്റാണ് വെച്ച് കിട്ടുന്നെങ്കിൽ 4 കിലോയും കിട്ടത്തുള്ളൂ. ഇത് 6 ഇഞ്ചിന്റെ ഫ്രെയിമാണെങ്കിൽ നമുക്ക് കൂടുതൽ കിട്ടും. ഞാൻ കിട്ടും. ഇവിടെ ഞാനൊരു അട നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ അടകൾ ഇപ്പോൾ ഇത്രയായി കിട്ടി കിടക്കുന്നത് കേട്ടോ.
ഇവിടെ ഞാൻ നേരത്തെ ഒരു അട ചെറിയ തോതിൽ വെച്ചു കൊടുത്തതാണ്. ആ അടകൾ അവർ ഇത്രയും രീതിയിൽ കെട്ടി വന്നിട്ടുണ്ട്. അപ്പം അതും നമുക്ക് രണ്ടാമതായിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. എടുക്കുന്ന അടകളെല്ലാം തന്നെ അവിടെ കൃത്യമായിട്ട് അവിടെ തന്നെ വെക്കണം. അല്ലെങ്കിൽ റാണി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അവിടെ റാണിസൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം 6ാമത്തെ അട ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെ നല്ല തേനീച്ചകളാണ്, നല്ലപോലെ നല്ല റാണിയൊക്കെ ആണെങ്കിൽ ഇതുപോലെ നിരത്തി കണ്ടോ, നല്ല ഇടതൂർന്ന് നല്ലപോലെ മുട്ടയിടും. ഇതിപ്പോൾ 6ാമത്തെ അടയാണ്, പുതിയ അടയാണ് കണ്ടോ. നമ്മളെപ്പോഴും കമ്പി ഇട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വേണം പിടിക്കാം. സാധാരണ ആൾക്കാരെ കമ്പി ഇടാത്തതുകൊണ്ട് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഈച്ച കുത്തും. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഈ അടയിട്ട് നമുക്ക് അമ്മാനാണ് ഇത് കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ഇട്ട് കറക്കോ തിരിക്കോ ഒക്കെ ചെയ്യാം. ഇതിനാണ് തേനീച്ച പെട്ടിയിൽ നമ്മൾ കമ്പി ഇടുന്നത്. ഇതിന്റെ വീഡിയോസൊക്കെ ഞാൻ എൻ്റെ KS കിസാൻ ബ്രെഡ് എന്ന ചാനലിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കാണാം. മാത്രമല്ല എൻ്റെ ചാനൽ, എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടുതൽ വീഡിയോകൾ ഞാൻ ഇടുന്നതാണ്. എല്ലാ ദിവസവും 8 മണിക്കൊക്കെ ഞാൻ ലൈവ് ഇടുന്നുണ്ട്. ചില ദിവസങ്ങളിൽ മാത്രമേ ഇല്ലാത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ തേനീച്ചപ്പെട്ടി ഒന്ന് അടച്ചു വെക്കുകയാണ്. ഇപ്പോൾ അടി നിറഞ്ഞിരിക്കുന്ന തേനീച്ചപ്പെട്ടിയിൽ എന്ത് ചെയ്യണമെന്നുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പോൾ അതും നിറഞ്ഞു കഴിയുമ്പോൾ നമുക്കൊന്നെങ്കിൽ വീണ്ടും മുകളിലോട്ട് വെക്കാം, അല്ലെങ്കിൽ വേറെ പെട്ടിക്ക് ഏകീകരണമായി നമുക്ക് കൊണ്ടു കൊടുക്കാം. നമുക്ക് എപ്പോഴും നമ്മുടെ തട്ട് കെട്ടേണ്ട സമയം എന്ന് പറയുന്നത് നമുക്ക് ഡിസംബർ 25 അല്ലെങ്കിൽ ഡിസംബർ 15 കഴിഞ്ഞ ശേഷമേ കെട്ടാവുള്ളൂ. അല്ലെങ്കിൽ കണ്ടവാനം നമ്മുടെ ഈ കൂട്ടിൽ ധാരാളം, അതായത് വയസ്സരായ ഈച്ചകൾ കൂടുതലുണ്ടാവും. ചെറുപ്പക്കാരായ ഈച്ചകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ തേൻ ലഭിക്കത്തുള്ളൂ. അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഏവർക്കും നന്ദി, നമസ്കാരം.